കാരണം നിലവിൽ പിടിയിലായ ഒരാൾ ആ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, മറ്റ് രണ്ടുപേരും അവിടുത്തെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇവരിതിലെ ആരോപണം പറയുന്നത് ഇവർക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ളത്. പക്ഷേ അത് പോലീസ് വിശ്വസിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ആരായാലും ആ കുറ്റം വ്യക്തികൾ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ല സാറേ, നിലവിൽ പിടികൂടിയ ആളുകൾ, പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്ത ആളുകൾ, അവർക്ക് ഈ കുറ്റത്തിൽ പങ്കുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു കയ്യോടെ പിടികൂടിയ കേസാണ്. അപ്പോൾ അതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരു റൂമിൽ 2 പേർ താമസിക്കുന്നു സാർ, ഒരു റൂമിൽ 2 പേർ താമസിക്കുന്നു, അതിൻ്റെ മേശയിൽ നിന്ന് സാധനം ലഭിക്കുന്നു. അപ്പോൾ 2 പേരും ഇതിൻ്റെ അകത്ത് ഒരുപോലെ കുറ്റവാളികളാണെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എത്രത്തോളം? അത് 2 പേരല്ല, ഒരു റൂം സാധാരണ അവിടെ 3 പേർക്കാണ് ഒരു റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേർക്കും തുല്യ അവകാശമുള്ള റൂമിൽ അവരറിയാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രാബാൻഡ് വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അതിലെ പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രയുണ്ടോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സാർ, ഈ കളമശ്ശേരിയിലെ ഈ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കുന്നത് ഇപ്പോൾ ഈ കളമശ്ശേരി പരിസര പ്രദേശങ്ങളിൽ ഒക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിശോധനകൾ ഇനി എങ്ങനെയായിരിക്കും? എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലം മാത്രമേ വ്യാപകമായ രീതിയിൽ നമ്മൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് നമ്മൾ എല്ലാ രീതിയിലുള്ള അന്വേഷണം നടന്നുണ്ട്. ഈ പോലീസ് ഇന്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ആ കുട്ടികൾ പിടിയിലായവർ പറയുന്നുണ്ടായിരുന്നു പോലീസ് അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? വളരെ ട്രാൻസ്പെറൻ്റ് ആയാണ്. കാരണം നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ടും ഒരു ക്യാമ്പസ് ആയതുകൊണ്ടും മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തി അവിടുത്തെ അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങി ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ വീഡിയോഗ്രാഫും ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഭീഷണിയോ അവർക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ കാര്യം. ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കുട്ടിയെ ജനറൽ ധാരവാഹിയാണോ എന്ന് പറഞ്ഞിട്ടാണ് നീ പോലീസിനെ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയാണ് റൂമിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അതിപ്പോൾ ഈ റൂമിലുണ്ടായിരുന്നു എന്നാണ് അവൻ്റെ ആരോപണം. അങ്ങനെയാണ് പോലീസ് അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് അവനെ കൊണ്ട് കുറ്റം സമർപ്പിച്ച പോലെയാണ്. ഫോഴ്സ് ചെയ്ത് പോലീസിന് പഠിക്കണമായിരുന്നെങ്കിൽ അവിടെ ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? കാരണം ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ എന്ത് തരത്തിലുള്ള പരിശോധനയ്ക്കും വിധേയനാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഉപയോഗിച്ചതായ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നു ഈ അറസ്റ്റിലായ ആളുകളടക്കം? അതിന് നമ്മളെല്ലാവരും മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ ആ കാര്യങ്ങൾ പരിശോധനയുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. അവർ ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നമ്മൾ അവരുടെ കൈവശത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ പൊസഷനിൽ നിന്ന് അവരുടെ റൂമിൽ നിന്നാണ് പിടിച്ചത്. അതേപോലെ ഈ 2 കിലോ പിടിച്ച റൂമിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ റൂട്ടിലേക്ക് തന്നെ പോയി എവിടെ നിന്ന് വന്നു, ആർക്കൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്ന് കൃത്യമായി അന്വേഷിച്ചത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഇവർ ഈ പറഞ്ഞ 3 പേര് മാത്രമല്ല, കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നവരെക്കുറിച്ചും അവിടെ വന്നു പോകുന്നവരെക്കുറിച്ചും ഇതിനകത്ത് ഉൾപ്പെട്ടവരെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായ അന്വേഷണം നടത്തി എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് ബുക്ക് ചെയ്യും. അതിന് സംശയം. അധ്യാപകരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ അറിയാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല നിഗമനങ്ങളും പോലീസിനുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ആ കാര്യം നമ്മൾ പരിശോധിക്കാവുന്നതാണ്. താങ്ക് യു സർ.